വിദ്യാർത്ഥികൾക്കും മറ്റു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ വീഡിയോ. വീഡിയോ മുഴുവനായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും സിറാജ് ദൗളയും തമ്മിൽ. പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതാര്? ബ്രിട്ടീഷുകാർ. പ്ലാസി എന്ന സ്ഥലം എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഡയർ. ജനറൽ ഡയറിനെ ഇംഗ്ലണ്ടിൽ വെടിവെച്ച് കൊന്ന ധീരദേശാഭിമാനി ഉദ്ധം സിംഗ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്. മലബാർ കലാപം അഥവാ മാപ്പിള ലഹള നടന്ന വർഷം 1921. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിത ദുരവസ്ഥ. മലബാർ കലാപത്തെ ആസ്പദമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ഉറൂബ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നതെവിടെ? തിരൂർ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ കാരണമെന്താണ്? ചൗരി ചൗര സംഭവം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി C. ശങ്കരൻ നായർ. എവിടെ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായത്? 1924 ബെൽഗാം സമ്മേളനത്തിൽ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയുടെ പേര് എൻ്റെ ഗുരുനാഥൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചതാര്? റാഷ് ബിഹാരി ബോസ്. ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകൻ, ആനി ബസന്റ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി സർദാർ KM പണിക്കർ. 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ഒക്ടോബർ 27. ഉത്തരവാദ ഭരണത്തിനായി ആലപ്പുഴയിൽ നടന്ന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് തകഴി രചിച്ച നോവൽ തലയോട്. ദേശീയ ഗീതമായ വന്ദേമാതരം എഴുതിയതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം ജനഗണമന എഴുതിയതാര്? രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡി യാത്രയിലുടനീളം ഗാന്ധിജി ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം. ഈ ഗാനത്തിൻ്റെ രചയിതാവ് ലക്ഷ്മണാചാര്യ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം 1942 ഓഗസ്റ്റ് 9.
ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായ വനിത ആർ. അരുണ ആസിഫ് അലി. ആഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857. ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ദേശീയ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. വരിക വരിക സാഹചര്യ ഈ ദേശീയ ഗാനം രചിച്ചതാര്? അംശി നാരായണപിള്ള. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഈ മുദ്രാവാക്യം ആരുടേതാണ്? ഗാന്ധിജിയുടെ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലകൻ. എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതും ഗാന്ധിജി കൈസർ ഹിന്ദ് ബഹുമതി ഉപേക്ഷിക്കാൻ കാരണമെന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1927. സൈമൺ കമ്മീഷൻ ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചത് 1928 ഫെബ്രുവരി 4. വിചാരണ കൂടാതെ തടവിലാക്കാനുള്ള ബ്രിട്ടീഷ് നിയമം റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919. ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത് 1919. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതാര്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? മഹാത്മാഗാന്ധിജിയെ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. ഉപ്പ് സത്യാഗ്രഹം 1930. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതാര്? എ.ഒ. ഹ്യൂം. കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1920. നിയമലംഘന പ്രക്ഷോഭം കോൺഗ്രസ് ആരംഭിക്കുന്നത് 1930. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എപ്പോൾ? 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷൻ ആര്? പെത്തിക് ലോറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആർ. വേവൽ പ്രഭു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് ആരുടെ ശുപാർശയിലാണ്? ക്യാബിനറ്റ് മിഷന്റെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആര്? ജെ.ബി. കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15.